Hello guys, welcome back to our channel Foodart ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ചീസി ബ്രെഡ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇവിടെ ആദ്യം 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ 4 മുട്ട എടുത്തിട്ട് നമുക്ക് 2 ചീസി ബ്രെഡ് ഓംലെറ്റാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം മുട്ട കുറക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇത് നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കഷ്ണം ഉള്ളി ചെറുതായി നുറുക്കിയിട്ടാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയ പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നന്നായി മിക്സാക്കി എടുക്കാം. ഉള്ളിയും തക്കാളിയും കൂടുതലായിട്ട് ഇടാൻ പാടില്ല. ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതിയോളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിൻ്റെ ഉള്ള വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. നമ്മൾ ഫോൾഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ അത് മുറിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഇങ്ങനെ എല്ലാം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മയോണൈസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ഹെർബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ശേഷം വേറൊരു ബ്രെഡ് സ്ലൈസ് എടുത്ത് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഇവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. എല്ലാ സൈഡും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത് കൊണ്ടാണ് ഉള്ളിയും തക്കാളിയൊക്കെ കുറച്ച് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് മുറിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത് നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 2-3 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മുതലുള്ള ചീസൊക്കെ ഒന്ന് മെൽട്ടായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചീസി ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ കൂടിയോ മയോണൈസിൻ്റെ കൂടിയോ ഒക്കെ ഇത് സെർവ് ചെയ്ത് കൊടുക്കാം. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. Thank you for watching. Do share, like and subscribe. Bye bye. Love you all.